അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുന്നു. എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. ലാസ്റ്റ് വീക്ക് especially we saw from verse 17 onwards how God touched John the Apostle and strengthened him and said, I have the keys of death and Hades. Do not be afraid. ഭയപ്പെടേണ്ട എന്നുള്ള വലിയ ദൂത് യോഹന്നാന് നൽകുന്ന അനുഭവത്തെ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണുവാനിടയായി തീർന്നു. ആത്മാവിൽ എടുക്കപ്പെട്ടു എങ്കിലും ഭയം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ദൈവം കണ്ടിട്ട് ആ ഭയത്തെ മാറ്റുന്ന ആശ്വാസത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ തക്കണം കഴിഞ്ഞു. Even in our life we go through fear. Especially nowadays, fear is something that we all go through because of so many situations that we face and see and hear. But once again, the Lord is encouraging us, do not be afraid. He has the authority, He has the key. Without His knowledge, nothing happens, not even a hair from our head will fall down without His knowledge. അവൻ്റെ അറിവ് കൂടാതെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴുന്നില്ലെങ്കിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നന്നായി അറിയുന്ന ദൈവം ഒരിക്കൽ കൂടെ നമ്മെ തൊട്ട് സ്പർശിച്ച് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. Here John again sees Christ standing in the middle of 7 golden lampstands. 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനായ മനുഷ്യപുത്രനെ യോഹന്നാൻ കാണുകയാണ്. These lampstands symbolizes the 7 churches that John is addressing with the message of Christ. Now, these are not just any kind of lampstands. വെറുതെ ഒരു വിളക്കായി ഇതിനെ നമ്മൾ ദർശിക്കുവാൻ പാടില്ല. They are like the lampstand that was in the tabernacle, which gave light to the entire tabernacle. സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന ആ നിലവിളക്ക് അവിടെ മുഴുവൻ പ്രകാശം പകരുവാൻ ഇടയായതുപോലെ ഈ നിലവിളക്കുകൾ, ഈ സഭകൾ പ്രകാശം പരത്തുവാൻ തക്കവണ്ണം, ഇരുട്ടിന്റെ നടുവിൽ പ്രകാശം പരത്തുവാൻ തക്കവണ്ണം ദൈവം ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭകളാണ്. So we are the light of the world, Jesus said. നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്തു. അത് പറയിൻ കീഴിൽ വെക്കുവാനുള്ളതല്ല, അത് തണ്ടിന്മേൽ വെച്ച് പ്രകാശിക്കുവാനുള്ള വിളക്കുകളാണ് എന്നാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുട്ടിന്റെ സാഹചര്യത്തിൽ യോഹന്നാനോട് പറയുകയാണ്, ദൈവസഭയാണ് ദൈവത്തിന്റെ വിളക്കായി ലോകത്തിൽ ശോഭിക്കേണ്ടത്. They are the light candlesticks, that lamp that is there to give the light into the world. അപ്പോൾ ഇരുട്ടിന്റെ, ഭയത്തിന്റെ, പ്രയാസത്തിന്റെ, വേദനയുടെ അനുഭവങ്ങളുടെ നടുവിൽ ദൈവമക്കൾ ഇൻഡിവിജ്വൽ ആയിട്ടും ദൈവസഭ കോർപ്പറേറ്റ് ആയിട്ടും ഒരു വലിയ വിളക്കായി നിൽക്കേണ്ട പ്രിയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. Why were these lampstands selected to symbolize the church? എന്തുകൊണ്ടാണ് ദൈവസഭയ്ക്ക് സാദൃശ്യമായി ഈ നിലവിളക്കുകളെ
ഇവിടെ കർത്താവ് യോഹന്നാന് മനസ്സിലാക്കി കൊടുക്കുന്നത്. Apostle Paul gives an answer to that question in Ephesians chapter 1 verse 22 and 23. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, church as the body of Christ on earth today, ദൈവത്തിന്റെ കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. Its purpose is to spread the light of the gospel to this dark world. വെളിച്ചമാകുന്ന ക്രിസ്തു എന്ന തലയുടെ ശരീരമായി നാം ആയിരിക്കുമ്പോൾ ആ പ്രകാശത്തെ ഇരുട്ടിൽ പ്രകാശപൂർണമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. The candlestick is not the light, but the bearer of light. ആ വിളക്കെന്ന് പറയുന്നതല്ല ലൈറ്റ്. ആ വിളക്ക് പ്രകാശം പരത്തുന്നതായി അതിനെ ക്യാരി ചെയ്യുന്നതാണ്. The light is reflected from Christ alone. ക്രിസ്തുവിൻ്റെതായ വെളിച്ചം നമ്മിൽ അടിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മിൽ പകർന്നിരിക്കുമ്പോൾ, ആ പ്രകാശം നമ്മിൽ നിന്നും പുറത്തു വരുവാനാണ് ദൈവം നമ്മെ ലോകത്തിൽ ദൈവസഭയുടെ ഭാഗമാക്കി ആക്കി വച്ചിരിക്കുന്നത്. This is the time to arise and shine. ഇത് എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള സമയമാണ്. കാരണം മറ്റാർക്കും പ്രകാശിക്കുവാൻ കഴിയുകയില്ല. Only the church can shine now. ഇപ്പോൾ പ്രകാശിക്കുവാൻ കഴിയുന്നത് ദൈവസഭയ്ക്ക് മാത്രമാണ്, ദൈവമക്കൾക്ക് മാത്രമാണ്. വേറെ ആർക്കും പ്രകാശിക്കുവാൻ സാധ്യമല്ല. Nobody else can spread the light now. Everywhere is in darkness. Everybody's mind is in dark. They do not know what to do. There is no hope for them. But the church has a hope. The church has a message. The church has a light that is given to us. So we are the called ones. We are the ones whom God appointed in this world to spread the light. So we have to reflect the light which is Christ, and we have to spread that light in this darkness. And Jesus says that we are that light, and he stands in the midst of them. That is an encouraging thought. ദൈവസഭയുടെ നടുവിൽ നിൽക്കുന്നവനായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. He is never out of the church. He is in it. He is with us. As he promised, I am with you always, even in the darkest period that you and I go through. He is with us. So let us shine as the light, as God expects us to in this dark times. ഈ ഇരുട്ടിന്റെ സന്ദർഭങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിളക്കായി, നമ്മെ ഒരു വിളക്കായി, ലാംപ് സ്റ്റാൻഡായി ദൈവമാക്കി വച്ചിരിക്കുമ്പോൾ അത് നിന്ന് കത്തുവാൻ, അത് നിന്ന് പ്രകാശിക്കുവാൻ, അത് എരിഞ്ഞ് അടങ്ങി അത് പ്രകാശം പകർന്നുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ പ്രകാശം പകരുന്നത് പോലെ. This period, now we know that there are many servants of God who went to the other shore, and till the last moment they were shining the light. They were shining in the darkness, and suddenly they were taken. And that is what God wants us to be. Shine till the last moment, and when the time comes, we will be taken to our destiny. And now in chapter 2 and 3, Jesus gives a revelation to John about 7 different churches in Asia Minor. These 7 churches
are real churches of John's day. യോഹന്നാന്റെ സമയത്തുള്ള യഥാർത്ഥ ചർച്ചുകളാണിത്. അനേക ചർച്ചുകൾ, നൂറുകണക്കിന് സഭകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത 7 സഭകൾ, അതിനകത്ത് വ്യത്യസ്തമായ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. So before I go into each church with a spiritual message, let me go through the entire 7 churches and see how we should study the message of the church. There are so many ways that we can study the message of the church. Number 1, local to the churches actually addressed a personal message to a specific local church. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ എടുത്തു പറഞ്ഞിരിക്കുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള ദൂത് തന്നെയാണ് ആദ്യമായിട്ട് നമുക്കത് പഠിക്കുവാനായിട്ട് കഴിയും. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള ഓരോ സഭകൾ. ആ സഭകൾക്ക് വേണ്ടി ഫിലദൽഫിയ സഭ എന്ന് പറയുമ്പോൾ ആ ഫിലദൽഫിയ സഭയ്ക്ക് വേണ്ടി മാത്രം ദൈവം അഡ്രസ് ചെയ്യുന്ന ഒരു ദൂതായി ആദ്യമായി അതിനെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇറ്റ് ഈസ് എ മെസ്സേജ് ടു എ ലോക്കൽ ചർച്ച്. Then the second application is the truth of these letters is to individual believers within each congregation. ആ സഭയ്ക്കകത്തുള്ള ഓരോ വ്യക്തികളെയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആ ദൂതുകൾ നൽകിയിരിക്കുന്നത്. So first it is to the church in general. Second, it is a message to each individuals, that God is speaking to each one of us, each individual in the church, a message. Thirdly, it is an admonitory, താക്കീത് നൽകുന്ന ഒരു ദൂതായിട്ട് എല്ലാ സഭകൾക്കും കാണുവാൻ തക്കവണ്ണം കഴിയും. That is to all churches in all the time, all the church period. ലോകത്തിൽ സഭ ഉടലെടുത്ത അന്ന് മുതൽ, 1-ാം നൂറ്റാണ്ടിൽ സഭ ഉടലെടുത്ത അന്ന് മുതൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് സഭ ഉടലെടുത്ത അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സഭകൾക്കുമുള്ള ദൂതായിട്ട് അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഒന്നാമത്, അന്ന് ഉണ്ടായിരുന്ന ആ സ്പെസിഫിക് സഭ. 2, ഓരോ വ്യക്തികൾക്കും ആ ദൂത് ബാധകമാണ്. 3, അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സഭകൾക്കും ആ ദൂത് ബാധകമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. 4-മതായി, it is a prophetical message. പ്രാവചനികമായിരിക്കുന്ന ഒരു ദൂതായിട്ട് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. In the history of the church, how the church is going to be, പ്രാവചനികമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൂതായിട്ട് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ we are going to look into the messages of this church 3 different ways. 3 വ്യത്യസ്തമായ രീതിയിൽ ഈ ദൂതുകളെ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. Number 1, it is going to be viewed practically. പ്രായോഗികമായി ഓരോ സഭകളെ നമ്മൾ എടുത്തിട്ട് ആ സഭയുടെ ദൂതുകൾ അന്ന് ആ സഭ നിന്ന സാഹചര്യവും ചുറ്റുപാടും സ്ഥലവും എല്ലാം കണക്കിലെടുത്ത് പ്രായോഗികമായി എന്ത് ദൂതാണ് ദൈവം അവരോട് പറയുന്നത് എന്നാണ് ഒന്നാമതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Secondly,
We are going to look into all the churches perennially, അല്ലെങ്കിൽ എക്കാലവുമുള്ള സഭയോടുള്ള ബന്ധത്തിൽ എന്ത് ദൂതാണ് നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. Thirdly, prophetically, പ്രാവചനികമായി എന്ത് ദൂതാണ് ഓരോ സഭകളിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. So we are going to look into 3 different ways: practically, perennially and prophetically. പ്രായോഗികമായി എക്കാലത്തുമുള്ള സഭകളോടുള്ള ബന്ധത്തിൽ, പ്രാവചനികമായി. അങ്ങനെ 3 തരത്തിൽ ഈ സഭകളിലെ ദൂതുകളെ നമുക്ക് വിചിന്തനം ചെയ്ത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. First, I am going to run through practically what this message is all about given to the churches. ഈ സഭകൾ കൊടുത്തിരിക്കുന്ന ഈ ദൂതുകൾ പ്രായോഗികമായി എങ്ങനെ നമുക്കതിനെ കാണാൻ കഴിയും, അപ്ലൈ ചെയ്യാൻ കഴിയും എന്നാണ് നാം ആദ്യമായി നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പെരേനിയലി അല്ലെങ്കിൽ എക്കാലത്തുമുള്ള സഭകൾ നമ്മളോടുള്ള ബന്ധത്തിൽ അതെങ്ങനെയാണ്, ദെൻ പ്രോഫറ്റിക്കലി പ്രാവചനികമായി എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ സഭ എഫെസോസ്. I'm not going to read the messages now because messages we are going to take it later. As I said, we are going to look into each church with the location and with the situation and see practically how well these messages was fit to that church. So practically speaking about the first church is Ephesus. It seemed to be a formal church. ഔപചാരികതയുള്ള ഒരു സഭയായി ഇതിനെ കാണുവാൻ കഴിയുന്നു. This Ephesus was located in a city that was once the chief port of Asia Minor. Its harbor is given to change because of its continual silting. ഈ ഏഷ്യ മൈനറിലെ ഒരു പ്രധാന പോർട്ടായിരുന്നു എഫെസോസ് എങ്കിലും അതിൽ എപ്പോഴും ഈ പോർട്ടിന് വ്യതിയാനം വന്നുകൊണ്ടിരുന്നു. അതിന് കാരണം ഈ പോർട്ടിൽ എക്കൽ ഒന്ന് മൂടുന്ന ഒരു സ്വഭാവം ഇതിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കര കടലാകുകയും കടൽ കരയാകുകയും ചെയ്യും. ഇന്ന് നോക്കുമ്പോൾ എല്ലാം വെള്ളമാണെങ്കിൽ ചില ആഴ്ചകൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ എക്കൽ വന്ന് മൂടി അത് കരയായിട്ട് മാറും. അപ്പോൾ ഈ പോർട്ട് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ദോ ഇറ്റ് ഈസ് an important port in Asia Minor, it was changing all the time. That was the nature of the city of Ephesus. So what was water become land, and what was land become water. And because of this nature, this shifting character of the city, even in the letter that God gives to the church, it is prominent. It says, Lord says for the Ephesian assembly, one so strong in its love for him. Ephesus is seen by him as shifting away. ആ പോർട്ടിന്റെ സ്വഭാവം പോലെ തന്നെ, ആ പട്ടണത്തിന്റെ സ്വഭാവം പോലെ തന്നെ ആ സഭയ്ക്കും ആ സ്വഭാവം വന്നു കയറി. പ്രായോഗികമായി നമ്മൾ ഈ ദൂതുകളെ ഒന്ന് വിശകലനം ചെയ്യുകയാണ്.
ആ പട്ടണം എങ്ങനെയായിരുന്നുവോ അതുപോലെ സഭയുമായി തീർന്നു. പട്ടണം ഒരു ദിവസം കരയാണെങ്കിൽ, ആ പോർട്ട് ഒരു ദിവസം കരയാണെങ്കിൽ പിന്നീട് അത് കരയല്ലാതായി തീരും. അല്ലെങ്കിൽ ഒരു ദിവസം അത് വെള്ളമാണെങ്കിൽ പിന്നെ കരയായി മാറുന്നത് പോലെ എഫെസോസിന് ദൂത് കൊടുക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു, എന്നാൽ now you lost the first love. You had a shift. So this church, practically speaking, became the nature of the city that the church was located in. That can happen. If we adopt to the city's systems, the church can compromise into that level based on how the circumstances of the city. So one of the practical things that we see here is that the message that we see here is that it goes with the city's nature. That is the practical message. The second church, Smyrna, is a fearful church. ഭീരുവായ ഒരു സഭ. അതാണ് സ്മിർന സഭയെ കുറിച്ച് പറയുന്നത്. It was a wealthy commercial city, renowned for its faithfulness to the government of Rome. റോമിനോട് വളരെ സുതാര്യത പുലർത്തുന്ന, വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പട്ടണമായിരുന്നു സ്മിർന പട്ടണം എന്ന് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. The Lord's letter to Smyrna church underlines the faithfulness as well as the fearfulness of the believers in Smyrna church. ഈ പട്ടണം റോമിനോട് എങ്ങനെ വിശ്വസ്തത പുലർത്തിയോ അതേ പ്രായോഗിക സ്വഭാവം ഈ സഭയ്ക്കുമുണ്ടായിരുന്നു. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു നല്ല കൂട്ടം വിശ്വാസികൾ ആ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഭയമുണ്ടായിരുന്ന, പേടിയുണ്ടായിരുന്ന ഒരു നല്ല കൂട്ടം ആ സഭയിൽ ഉണ്ടായിരുന്നു. The name of the city reflects the word myrrh, an aromatic spice that gives forth its fragrance when crushed and bruised. Myrrh എന്ന് പറയുന്ന ആ സുഗന്ധവർഗം, അതിനെ ചതച്ച് അതിനെ ഞെരുക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ നല്ല നറുമണം എല്ലാവർക്കും എത്തുന്നത്. ആ പ്രായോഗികമായ ആ പേരിന്റെ അർത്ഥം പോലെ സ്മിർന സഭയ്ക്കും ഉണ്ടായിരുന്നു. ഉപദ്രവം അനുഭവിക്കുന്ന ഒരു വലിയ കൂട്ടം ആ സഭയിലുണ്ടായിരുന്നു. അവരുടെ ആ ഉപദ്രവം, അതിന്റെ നടുവിൽ അവർ ദൈവത്തോട് വിശ്വസ്തരായി നിന്നു എന്ന് നമുക്കവിടെ വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. So when they were crushed in their life, they became a sweet smell, savor unto the Lord. അവർ ദൈവത്തിന് നറുമണം പകരുന്ന ഒരു കൂട്ടമായി മാറ്റപ്പെട്ടു. So our difficulties, our persecutions, our troubles that we go through in our life is a crushing process to bring out the best flavor that is inserted in us. Just like the myrrh that is crushed, bring out. So the name itself, Smyrna, is associated with the name myrrh. So the same way the church practically, just like the city, how the city was, that is the way the church also was seen. And the Lord refers to himself in this letter as one who was dead and is alive. മരിച്ചവരായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്
അവിടെ ദൂത് കൊടുക്കുമ്പോൾ ഈ സഭയ്ക്കും അല്ലെങ്കിൽ ഈ പട്ടണത്തിനും പ്രായോഗികമായി ആ സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്, ബട്ട് it came back to life again. That city was totally destroyed by the Lydians, and for 4 centuries the name was lost in history. ഏതാണ്ട് 4 നൂറ്റാണ്ട് ഈ പേരാരും കേട്ടിരുന്നില്ല, അത് മൂടപ്പെട്ടിരുന്നു. But after that it was completely destroyed by a great earthquake. The city was totally destroyed. The Smyrna town was totally destroyed by a great earthquake, and it was by occupation and by earthquake. The city was totally destroyed. But then we see that the city again revived back, and the message that Christ is giving to them, I was dead and am I alive again. So always the message is practically connected with the nature of the city that was, whether it is Ephesus or Smyrna, according to the nature of that city, the message is also connected to the church. Then we see thirdly the church of Pergamos. It is called faltering church. That means ഇടറുന്ന, അടിപതറുന്ന ഒരു സഭയായി. Faltering church. ഈ എഫെസോസ് അല്ല, പെർഗമോസ് സഭയെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. The city of Pergamos has been described as a combination of a pagan cathedral city, a university town. 2 കാര്യങ്ങൾക്ക് ഈ പട്ടണം വളരെ ഫേമസ് ആയിരുന്നു. ഒന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഇടമായിരുന്നു ഈ പെർഗമോസ്. 2, പേഗൻ അല്ലെങ്കിൽ ഐഡൽ വർഷിപ്പ്, അതിനുവേണ്ടി ടെമ്പിൾസും കത്തീഡ്രൽസും ധാരാളമായി ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ പെർഗമോസ്. It was famous for its medical center and for its magnificent pagan temples. മരുന്നുകളുടെ ഉറവിടങ്ങളായി ആ പട്ടണം വളരെ അറിയപ്പെട്ടിരുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ തന്നെ the temple for idol, and one of the temple dedicated to Asclepius, the god of medicine. അവർ വിശ്വസിച്ചിരുന്ന മരുന്നിന്റെ ദൈവത്തിന്, മരുന്നുകളുടെ ദൈവത്തിന് ഒരു വലിയ ദേവാലയം ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ ദേവാലയത്തിനകത്ത് പറയപ്പെടുന്നത് അവിടെ വെച്ചിരുന്ന വിഗ്രഹം ഒരു വലിയ സർപ്പന്റ്, അതായിരുന്നു വിഗ്രഹം. അവിടെ നിന്നാണ് ഇന്നത്തെ മെഡിക്കൽ സൈൻ, നമ്മൾ മെഡിക്കൽ സൈൻ എടുത്ത് നോക്കിയാൽ എല്ലാത്തിലും എന്ത് കാണും? ഫാർമസി എടുത്ത് നോക്കിയാൽ ഒരു സർപ്പം ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണും. അതാണ്, that is a sign that we see in medical symbol. Where it came from? It came from the city of medicines, Pergamos, where they had a temple for this god, idol serpent, and that city was known for medical institutions and colleges. Now, the symbol, the serpent symbol, they consider that as a savior, ഒരു രക്ഷകനായി കണ്ടുകൊണ്ടാണ് ഈ സർപ്പത്തെ ആ ദേവാലയത്തിൽ വെച്ച് അവർ ആരാധിച്ചത്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ലൈനിൽ വരുമ്പോൾ രക്ഷകനായി നിൽക്കുന്ന സർപ്പത്തിന്റെ സിമ്പിൾ നമുക്ക്
കാണുവാൻ കഴിയുന്നത്. നാം ഇതെപ്പോഴും കാണുമെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. But this is the root where it came from. Now, ദൈവം ദൂത് കൊടുക്കുമ്പോൾ, പെർഗമോസ് സഭയുടെ ദൂത് കൊടുക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് എന്താ? സാത്താന്റെ ഇരിപ്പിടം എന്നാണ് അവിടെ ദൂത് കൊടുക്കുന്നത്. The throne of devil. അപ്പോ ഞാൻ പറയുന്നത്, പ്രായോഗികമായി നമ്മൾ ഓരോ സഭയുടെ ദൂതെടുക്കുമ്പോഴും ആ പട്ടണത്തോടുള്ള ബന്ധത്തിൽ ആ സഭ എങ്ങനെ ആയിരിക്കുന്നു അതിനെ ബേസ് ചെയ്താണ് ദൈവത്തിന്റെ ദൂതുകൾ ആ സഭയ്ക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. And Jesus says that you, Pergamos, you are in a church, telling to the church, you believers, you are where the throne of Satan is. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അവിടെ ദൂത് പറയുന്നു. Because practically this is what the city was. ഈ പട്ടണം അങ്ങനെ ആയതുകൊണ്ടാണ് ആ ദൂത് അങ്ങനെ വന്നത്. On the other hand, the reference is given to big mountain areas that was in Pergamos, which stood so high. So the city was well known for all these factors. Now the Lord refers to himself in this letter, he which hath the sharp sword with two edges. ഇരുവായ് തലയുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നു എന്നാണ് ഈ സഭയോട് ദൂത് പറയുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ദൂത്. എന്താണ്? Jesus is saying, my word, my sword, to destroy every work of the devil. പിശാചിന്റെ എല്ലാ അധികാരത്തിന്റെ മേലും പിശാചിന്റെ സിംഹാസനം ഇരിക്കുന്ന ഇടമാണെങ്കിലും അവര് സേവ്യർ എന്ന് വിളിക്കുന്ന മരുന്നിലൂടെ രക്ഷകനായി വന്നിരിക്കുന്ന പിശാചിന്റെ സിംഹാസനം ഇരിക്കുന്നിടമാണെങ്കിലും കർത്താവ് പറയുന്നു, നിങ്ങൾ ഉപദ്രവത്തിന്റെ നടുവിൽ വിശ്വസ്തരായി നിന്നു. നിങ്ങൾ മനസ്സിലാക്കണം, I am the one who has the authority with a double-edged sword. ഇരുവായ്ത്തലയുള്ള വാള് ഉള്ളവരെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അധികാരത്വത്തെ അവിടെ വെളിപ്പെടുത്തുന്നതായി നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. So the church in Pergamos, practically we see that Jesus is addressing that which is there, but I am above all that, and you are faithful regardless of what persecution, difficulties you go through in your life. The next church is Thyatira. Thyatira എന്ന് നമുക്ക് മലയാളത്തിൽ പറയുവാൻ തക്കവണ്ണം കഴിയും. It is known as the false church. അതാണ് ആ സഭയുടെ പ്രത്യേകത. വിശ്വാസമറ്റ അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകളുള്ള ഒരു സഭയായി തുയഥൈര്യ സഭയെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. This was a military center once, a great military center once. To the church in the city, the Lord himself is saying that I have the flaming eyes and feet of military bronze. കർത്താവ് തന്നെ അവിടെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനും വെള്ളോട്ടിന് സദൃശമായ കാലുകളോട് ഉളിയിൽ ചുട്ടുപഴുപ്പിച്ച
വെള്ളോട്ടിന് സദൃശമായ കാലുകളോട് കൂടിയവൻ. So he is identifying himself as a military person who is ready to move in a military manner, because this city is known as a great military city. നമുക്കെല്ലാം അറിയാം, നമ്മുടെ നോർത്ത് അമേരിക്കൻ സെറ്റപ്പിൽ ചില സിറ്റികളൊക്കെ known as military cities because they encamp there. Every building and all the things of the cities, all the military are encamped there. That is same way Thyatira was a military city, and Jesus is saying that the Lord promises the overcomer authority to rule. ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം നോക്കിക്കേ, ജയിക്കുന്നവന് ഞാൻ വാഴുവാൻ അധികാരം കൊടുക്കും. Rule the nations with power great far than that Rome or any other government. അപ്പോ ഈ മിലിറ്ററി പവർ ഉള്ള ആ മിലിറ്ററിയുടെ അധികാരം മനസ്സിലാക്കുന്ന ഒരു പട്ടണത്തിലിരിക്കുന്ന സഭയോട് ദൂത് പറയുമ്പോൾ പറയുന്നത്, ഞാൻ ജയിക്കുന്നവന് കൊടുക്കുന്നത് എന്താണ്? അധികാരം, ഭരിക്കുവാനുള്ള അധികാരം, റൂൾ ചെയ്യുവാനുള്ള അധികാരം. ഞാൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഓരോ സഭകളും എടുത്തു പഠിച്ചാൽ പ്രായോഗികമായി ആ സഭ ഏത് അനുഭവത്തിലായിരിക്കുന്നുവോ അതിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂത് സഭയ്ക്ക് കൊടുക്കുന്നതും ദൈവത്തിന്റെ വാഗ്ദത്തം സഭയ്ക്ക് കൊടുക്കുന്നതും. Jesus touches the practical aspect of the church, and comparing to that, God gives a promise, a message to each church. That is why we said we will look into practically. So we are only looking at one side of the message. We are going to go into deeper into messages of each church later. But in general, how practically the message of the Lord came to the church. The next church was Sardis. It was a fruitless church. ഫലമില്ലാത്ത ഒരു സഭ, യാതൊരു ഗുണവുമില്ലാത്ത സഭയാണോ? ആണ്. വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. യാതൊരു ഗുണവുമില്ലാത്ത, ഒരു ഫലവുമില്ലാത്ത ഒരു സഭ. This city of Sardis was once the capital of Lydia. And if you look from a distance to Sardis city, you can see unconquerable mountains. പിടിച്ചടക്കുവാൻ കഴിയാത്ത തരത്തിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത ശിഖരങ്ങളുള്ള ഒരു പട്ടണമായി ഈ സർദീസ് സഭയെ കാണുവാൻ കഴിയും. ദൂരെ നോക്കിയ എന്റെ പൊന്ന, ഈ പട്ടണം ഈ പർവ്വതത്തിന്റെ അടുത്താണല്ലോ, അത്രയ്ക്ക് കോട്ട പോലെ നിൽക്കുന്ന പർവ്വതമാണല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. But ഒരു പ്രോബ്ലം ഉണ്ട്. One problem. These mountains always crumble down because it is mostly mud. ഈ പർവ്വതങ്ങളൊന്നും ഉറപ്പില്ലാത്ത പർവ്വതങ്ങളാണ്. അതുകൊണ്ട് ഒരു ചെറിയ മഴ വന്നാൽ മതി, ഒരു ചെറിയ ഒരനുഭവം വന്നാൽ ഇതെല്ലാം തകർന്നിടിഞ്ഞ് താഴേക്ക് പോകും. അത് അടുത്തോട്ട് ചെല്ലുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. So appearance was good, reality was different. പുറമേ നോക്കിയാൽ ഏതാണ്ടൊക്കെ ഒത്തിരി ഉള്ളതുപോലെ തോന്നും, പക്ഷെ സൂക്ഷ്മമായി നോക്കിയ ഒരു ഗുണമില്ലാത്ത. അപ്പൊ അതുപോലൊരു ചർച്ച ആയിരുന്നു സർദീസ് സഭയിൽ. ആ പട്ടണത്തിന്റെ അതേ സ്വഭാവം ആ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നോക്കിയാലോ ഭയങ്കര പൊങ്ങച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ഫലവുമില്ല, ഒരു ഗുണവുമില്ല. ആ പർവ്വതത്തിന്റെ അടുത്തോട്ട് പോയി അവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, കാരണം ഒരു വീട് പോലും വെക്കാനൊക്കത്തില്ല. വെച്ചു പോയാൽ ഇത് എപ്പോഴാ തള്ളി ചെയ്തുകൊണ്ട് താഴോട്ട് വരുന്നെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് ദൂരെ നോക്കിയ ദൂരെ കാഴ്ചയ്ക്ക് കൊള്ളാം. ഇന്നത്തെ അവസ്ഥയിലേക്കൊന്നും ഞാൻ വരുന്നില്ല. I will come to that later. ഇപ്പോ I am only talking about how God addressing to each church based on
their own practical life. That was the situation of the church in Sardis. There, God is giving them a promise. The church at Sardis is characterized by the Lord as having a great name for being alive, whereas actually it was dead. അവിടെ ദൈവം ദൂത് പറയുന്നത് എന്താ? നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ ആരാ? മരിച്ചവരാ. ഒരു ഗുണമില്ല. നോക്കിയ വലിയ പർവ്വതം, പക്ഷേ ഒരു ഗുണമില്ല. See, the message also is the same way. You have a name that you are alive, but you are dead. Actually, you are dead. The same way, when you look from far, the mountain is so big, but when you get close, no geological people will do anything close to that, because anytime it can crumble down. So what I'm saying, the place where you are located has an influence on the way the church is. Next church, Philadelphia. It is a feeble church. Durbalamaya oru sabha. Philadelphia church is known as a feeble church. This Philadelphia is known as a missionary city, founded to promote a unity of spirit, customs, and loyalty with the realm. The church in Philadelphia was a missionary-minded church dedicated to spread the gospel. Philadelphia commanded a key situation on the main line of communication between Rome and the central part of Asia Minor. Philadelphia was the communicator between the Rome and the central part of other part of Asia. So Philadelphia was very much a missionary-oriented church, giving the message to Rome and giving the message to the other Asia Minor church. And to that city was a strategic city for the Asia Minor and for Rome. Now, the Lord reveals himself to the letter to Philadelphia. He had the key of David. He that opened and no man shutteth, and shutteth and no man can open. അപ്പോൾ ഈ ഫിലദൽഫിയ സഭയ്ക്ക് ദൈവം ദൂത് കൊടുക്കുമ്പോൾ പറയുന്നത്, ദാവീദിന്റെ താക്കോലുള്ളവൻ, തുറക്കാനും അടയ്ക്കാനും കഴിയുന്നവൻ. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. That is the way the situation of the Philadelphia city between Rome and the Asia Minor. It stood as the doorway. If it closes to both sides. If it is opens, it opens the communication line to both sides. So practically, just like the city was, that is the way the church in Philadelphia also was. Now we will come to, I'm just running through, come to the final church. The church, Laodicea Sabha. It was a fashionable church. പരിഷ്കാരമുള്ള സഭ. അതാണ് മോഡേൺ സഭ. പരിഷ്കാരമുള്ള സഭ. Fashionable church. The city of Laodicea was renowned for its prosperity. സാമ്പത്തിക ഭദ്രതയ്ക്ക് വളരെ കേൾവി കേട്ട ഒരു പട്ടണമായിരുന്നു ലവോദിക്ക പട്ടണം. More than once, the city recovered from a disaster without seeking any aid from Rome or any other place. തകർച്ച ഉണ്ടായിട്ടും മറ്റാരിൽ നിന്നും സഹായം നേടാതെ സ്വയമായി ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പട്ടണമാണ് ലവോദിക്ക പട്ടണം. അത്രമാത്രം സാമ്പത്തിക ഭദ്രതയിൽ അവർ വളർന്നു വരുന്നവരായിരുന്നു. Now, when the city was destroyed in 62 AD,
in the days of Nero with an earthquake. 62 AD 62 ഈ പട്ടണം ഒരു വലിയ ഭൂമി കുലുക്കത്താൽ നീറോയുടെ കാലത്ത് അത് തകർക്കപ്പെട്ടു. എന്നിട്ടും രാജത്വത്തിൽ നിന്നോ ചക്രവർത്തിമാരിൽ നിന്നോ ഒരു സഹായവും പോലും എടുത്തു മേടിക്കാതെ സ്വയം പണിതുയർത്തിയ ഒരു പട്ടണമാണ് ലവോദിക്ക പട്ടണം. Laodicean bankers were very famous even in Rome. അത്രമാത്രം കേൾവി കേട്ടിരുന്ന, സാമ്പത്തിക ഭദ്രതയ്ക്ക് കേൾവി കേട്ടിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്ക സഭ. They, listen to this, they had a reputation of never adulterating the gold they issued to their clients. മാലിന്യം ചേർക്കാത്ത സ്വർണം മറ്റുള്ളവർക്ക് കൊടുത്തിരുന്ന ഒരു പട്ടണം, ഒട്ടും മാലിന്യമില്ലാത്ത പ്യുവറായിട്ടുള്ള നല്ല സ്വർണം ഈടായിട്ട് കൊടുത്തിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്കൻ പട്ടണം. Laodicea was also noted for its colored wool. wool നിർമ്മാണത്തിൽ, വസ്ത്രനിർമ്മാണത്തിൽ വളരെ ഉയർന്നു നിന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്ക പട്ടണം. And it boasted a medical school and was renowned for the manufacture of a special eye ointment. That Laodicean medical college developed an eye ointment, and in those time, in that world, that was very famous. These are all historically noted. So Laodicean church, Laodicean city was known for wealth, was known for wool making, was known for gold, was known for label medically. That was so famous at that time. All these things reflect on the message of Jesus Christ. യേശു ക്രിസ്തു ഈ സഭയോട് പറയുമ്പോൾ ഇതെല്ലാം പ്രായോഗികമായി അതിനകത്ത് വരുന്നുണ്ട്. ലവോദിക്ക സഭയോട് പറയുമ്പോൾ നിന്റെ വിചാരം നീ സമ്പന്നൻ, നിനക്കൊന്നിനും കുറവില്ല, എല്ലാം ഉണ്ട്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ നീ അരിഷ്ടനും നീ ദരിദ്രനും, പിന്നെ നിന്റെ നഗ്നത മറയ്ക്കുവാൻ എന്നോട് നഗ്നത മറയ്ക്കുവാൻ നീ വസ്ത്രം എടുക്കേണ്ടവനും, നിന്റെ കണ്ണിന് കാഴ്ച കിട്ടുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങണം. See, everything that was famous for in that city, it is practically affecting the church. The wealth of the city, the church says we are wealthy. The wool production of the city, the church says we have all the clothes that we need. The label, the church thinks we can see everything, but Jesus is saying you are blind. ഇത്ര വലിയ ആ ഓയിൻമെന്റ് ഉണ്ടാക്കുന്ന പട്ടണത്തിലാണ് നീ താമസിക്കുന്നതെങ്കിൽ യു ആർ ബ്ലൈൻഡ്. ഇത്ര വലിയ വൂൾ ഉണ്ടാക്കുന്ന പട്ടണത്തിലാണ് നീ താമസിക്കുന്നതെങ്കിൽ നിനക്ക് വസ്ത്രമില്ല, നീ നേക്കടാ. ഇത്ര വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പട്ടണത്തിലാണ് നീ താമസിക്കുന്നതെങ്കിൽ നീ ദരിദ്രനാ. So practically speaking, God addresses to each church according to how they became because of the town they live in. So primarily these letters to all these 7 churches we must historically study and must be studied in the light of how the city was, how the town was. Some of the churches needed rebuking,
some a word of encouragement, some a warning from the Lord. In each, there is a word to the overcomer. ഓരോ സഭകൾക്കും ചിലർക്ക് ഒരു ശാസ്ത്രീയ ആവശ്യമായിരുന്നു, ചിലർക്ക് ഒരു ആശ്വാസവാക്ക് ആവശ്യമായിരുന്നു, ചിലർക്കൊരു മുന്നറിയിപ്പ് ആവശ്യമായിരുന്നു. എന്നാൽ ഇതിലെല്ലാ സഭകൾക്കും ജയിക്കുന്നവന് ഒരു വാഗ്ദത്തവും ദൈവം കൊടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നാം ആയിരിക്കുന്ന പട്ടണങ്ങളോ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളോ നമ്മുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കുവാൻ ഇടയാകാതെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക പ്രമാണത്തിൽ, ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ നിലനിന്ന് പോകുവാൻ നമുക്കിടയായി തീരണം. നമ്മെ ദൈവം എല്ലാ നിലയിലും ദർശിക്കുന്നവനാണ്. He sees in and out of each one of us, and he knows where we live. He knows what nature the place has. He knows who we are, what nature we adopted. We are not to be adopting to the things where we are. We are supposed to be adopting to the word that is given to us. So basically, when we study these letters to the churches, practically we see that the churches were in line with the cities they lived in. In each letter, a distinctive feature of the glory of God is shared. And I will come to that later. Tonight, I'm going to stop right here. I just wanted to run through every church practically and see what the messages came. We are going to analyze the messages later, but the messages are in line with the nature, the character of the cities they lived in, and which they adopted in a way. And that is why God had to warn them, exhort them, and some, even in the midst of them, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണെങ്കിലും അവർ ഉപദ്രവം സഹിച്ചു നേരെ നിന്നു. അവർക്കൊരു ആശ്വാസവാക്കും ബലവും ദൈവം കൽപ്പിക്കുക. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ദൈവം ആഗ്രഹിക്കുന്ന അനുഭവത്തിൽ, ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ദൈവം നമുക്ക് ജയിക്കുന്നവന് വാഗ്ദത്തത്തെ ദൈവം നൽകി തരുന്നുണ്ട്. ആ വാഗ്ദത്തങ്ങളിലേക്ക് പിന്നെ നമുക്ക് കടന്നു ചെല്ലാം. ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ലോർഡ്, help me to be true to your word and to your message. നിന്റെ ദൂതനും നിന്റെ വചനത്തിനും യാഥാർത്ഥ്യമായി നിലകൊള്ളുവാൻ എനിക്ക് കൃപ തരണമേ. ലോകത്തോടും പട്ടണങ്ങളോടും അതിന്റെ ഇടപാടുകളോടും ഇഴുകിച്ചേരാതെ ദൈവവചനത്തോടും ദൈവകൽപ്പനയോടും ദൈവഹിതത്തോടും നേരെ നിൽക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളെ, ദൈവം നമുക്ക് നൽകി തരുന്ന വാണിങ്ങുകളെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട്, ജയിക്കുന്നവനാണ് ദൈവം വാഗ്ദത്തം നൽകി കൊടുക്കുന്നത്. ജയാളികളായിരിക്കുവാൻ ഇതിന്റെ നടുവിൽ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള പട്ടണമാണെങ്കിൽ സമ്പത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവികമായിരിക്കുന്ന കൃപയിൽ. നമ്മെ ദൈവം നോക്കുമ്പോൾ ദരിദ്രൻ എന്നല്ല വിളിക്കേണ്ടത്, ആത്മീകമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ എന്നല്ല ദൈവം വിളിക്കേണ്ടത്, മറിച്ച് ദൈവവിഷയമായി സമ്പന്നനായി തീരുവാൻ. കർത്താവ് സുവിശേഷങ്ങളിൽ നമുക്കൊരു കഥ വായിക്കുമല്ലോ. ഒരുവനെ കുറിച്ച് പറയുന്നു, അവൻ എല്ലാം സമ്പാദിച്ച് ബാണിൽ കൂട്ടിവെച്ച, കളപ്പുരയിൽ കൂട്ടിവെച്ച് ഇനിയും കളപ്പുര ഉണ്ടാക്കണം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ സമ്പത്തിനെ മാത്രം നോക്കിയപ്പോൾ ദൈവം പറയുന്നു, മൂഢ, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നീ എവിടെ? അപ്പോൾ ഈ കാണുന്നതിലൊന്നുമല്ല നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ദൈവവചനത്തിലും ദൈവിക പ്രമാണത്തിലും. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം.